Hi friends, welcome to another new video. Today's video is on Pablo Neruda's poem Tonight I Can Write the Saddest Lines. Pablo Neruda was born in the year 1904 and he died in 1973. Pablo Neruda is actually a pen name. Pen name is Tuliganamam. His actual name is Ricardo Elisa Neftali Reyes Basalto. He was the 20th century poet. He was a Chilean poet or Spanish poet. Chilean എന്ന് പറയുമ്പോൾ സൗത്ത് അമേരിക്കയുടെ ചില്ലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള പോയറ്റാണ്. 20th century പോയറ്റാണ്. ഫേമസ് ഫോർ ഹിസ് ലവ് പോംസ് ആൻഡ് ഓഡ്സ്. ലവ് പോംസും ഓഡ്സും ആണ് മെയിൻലി എഴുതിയിരിക്കുന്നത്. അതിലാണ് ഫേമസ് ആയിരിക്കുന്നത്. He started writing at 10. 10 വയസ്സുള്ളപ്പോൾ എഴുതാനായിട്ട് തുടങ്ങി. റവല്യൂഷണറി പോയറ്റ് ഓഫ് ചില്ലി എന്നാണ് അറിയപ്പെടുന്നത്. മോസ്റ്റ് സെലിബ്രേറ്റഡ് ലാറ്റിൻ അമേരിക്കൻ പോയറ്റാണ്. അതായത് ലീഡിങ് ലാറ്റിൻ അമേരിക്കൻ പോയറ്റ്സിൽ വരുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ് പബ്ലോ നെരൂദ. ലൈഫ് ലോങ് കമ്മ്യൂണിസ്റ്റ് കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും അതിലെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്, പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് പബ്ലോ നെരൂദ. ഹിസ് വർക്ക്സ് മെയിൻ വർക്ക്സ് ആണ്, കളക്ഷൻസ് ആണ് 20 ലവ് പോയംസ് ആൻഡ് എ സോങ് ഓഫ് ഡെസ്പെയർ. നമുക്ക് പഠിക്കാനുള്ള ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എടുത്തിരിക്കുന്നത് ഈ 20 ലവ് പോംസ് ആൻഡ് എ സോങ് ഓഫ് ഡെസ്പെയറിൽ നിന്നുമാണ്. അദ്ദേഹത്തിന് 20 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ കളക്ഷൻ എഴുതിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് റെസിഡൻസ് ഓൺ എർത്ത്, തേർഡ് വൺ കാൻഡോസ് ജനറൽ. ഇതൊക്കെ പോയട്രി കളക്ഷൻസ് ആണ്. ദെൻ 20 ലവ് പോയംസ് ആൻഡ് എ സോങ് ഓഫ് ഡെസ്പെയർ ഇസ് എ സൈക്കിൾ ഓഫ് ലവ് പോയംസ്. ലവ് പോയംസിൻ്റെ ഒരു കളക്ഷൻ തന്നെയാണ് 20 ലവ് പോയംസ് ആൻഡ് എ സോങ് ഓഫ് ഡെസ്പെയർ എന്ന് പറയുന്നത്. ഹി വൺ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1971. തീമാറ്റിക് ഫോക്കസ് ഓൺ നേച്ചർ ഇസ് വിസിബിൾ ഇൻ ഹിസ് പോയട്രി. നേച്ചറിനെ ഒരു തീമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള രചനകൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ 3 വ്യത്യസ്ത തലങ്ങളുണ്ട്. ഒന്ന് മെച്യൂരിറ്റി ആൻഡ് സെക്കൻഡ് വൺ റൊമാൻറ്റിക്. റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ യൂത്ത്ഫുൾ ഇയേഴ്സ്, ഹിസ് ലൈഫ് എക്സ്പീരിയൻസ് ആണ്. യൂത്ത്ഫുൾ ആയിട്ടുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന കവിതകളാണ് റൊമാൻറ്റിക്കിൽ വരുന്നത്. ദെൻ തേർഡ് എന്ന് പറയുന്നത് മോഡേണിസ്റ്റ് ഏജ് ആണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഡീലിംഗ് വിത്ത് പൊളിറ്റിക്സ്, എസ്പെഷ്യലി കമ്മ്യൂണിസം, ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെ വരുന്നതാണ് മോഡേണിസ്റ്റ് ആയിട്ടുള്ള രചനകൾ. പൊളിറ്റിക്സ്, രാഷ്ട്രീയമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അതാണ് 3 തലത്തിലുള്ള റൈറ്റിംഗ് സ്റ്റൈല് കാണുന്നത്. ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ പോം. ഇവിടെ നമുക്ക് പോയത്തിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ടൈറ്റിലിൽ ടുനൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് രാത്രി എന്നുള്ള അർത്ഥമാണ്. ഇന്ന് രാത്രി എനിക്ക് എൻ്റെ ദുഃഖകരമായിട്ടുള്ള വരികൾ എഴുതാനായിട്ട് സാധിക്കും എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പം ഐ ക്യാൻ എന്ന് പറയുമ്പോൾ പോയറ്റ് തന്നെയാണ് എന്ന രീതിയിലാണ് ഈ കവിത വരുന്നത്. പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ. അപ്പോൾ ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. അപ്പോൾ ഇന്ന് രാത്രി എനിക്ക് എൻ്റെ ദുഃഖകരമായിട്ടുള്ള ലൈൻസ്, കവിത വരികൾ എഴുതാനായിട്ട് സാധിക്കും. റൈറ്റ് ഫോർ എക്സാമ്പിൾ, ദ നൈറ്റ് ഇസ് ഷാറ്റേർഡ് ആൻഡ് ദ ബ്ലൂ സ്റ്റാർസ് ഷിവർ ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഞാൻ എഴുതുകയാണെങ്കിൽ, എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണ്, ഞാൻ എങ്ങനെയായിരിക്കും എഴുതുക. നൈറ്റ് ഇസ് ഷാറ്റേർഡ്, നൈറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, രാത്രി എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. ബ്ലൂ സ്റ്റാർസ് ഷിവർ ഇൻ ഡിസ്റ്റൻസ്, അങ്ങകലെ ബ്ലൂ സ്റ്റാർസ് എന്ത് ചെയ്യുന്നുണ്ട്, മിന്നിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ദ നൈറ്റ് വിൻഡ് റിവോൾവ്സ് ഇൻ ദ സ്കൈ ആൻഡ് സിങ്സ്. നൈറ്റ് വിൻഡ് ആകാശത്ത് റിവോൾവ് ചെയ്യുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അതിനൊരു മൂളുന്ന ഒരു ശബ്ദമുണ്ട്, കാറ്റിനൊരു ശബ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റ് പാടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നേച്ചറിനെ വർണ്ണിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. നൈറ്റ്, ബ്ലൂ സ്റ്റാർസ്, അതേപോലെ തന്നെ വിൻഡ്, ഇതിനെയൊക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. അപ്പോൾ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാഡസ്റ്റ് ലൈൻസ് എഴുതാനായിട്ട് സാധിക്കും. ഇത്രയും വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കവിക്ക് എന്തോ ഒരു ദുഃഖമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് ദുഃഖമെന്ന് ഈ വരികളിൽ പറയുന്നില്ല. എന്തോ ഒരു ദുഃഖമുണ്ട്, അതിനെപ്പറ്റി ഇന്ന് രാത്രി എനിക്ക് എഴുതാനായിട്ട് പറ്റും, ഇന്ന് രാത്രി ഞാൻ എഴുതും എന്ന രീതിയിലാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ ദുഃഖം എന്ന് പറയുന്നത് അടുത്ത വരിയിലാണ്. ഐ ലവ് ഹെർ ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു. ഒരു ലവ് അഫെയറിനെ പറ്റിയിട്ടാണ് പോയറ്റ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 6ാമത്തെ വരിയിലാണ്, 6th ലൈനിലാണ് മനസ്സിലാക്കുന്നത്. ഐ ലവ്ഡ് ഹെർ, ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു, അവൾ ചിലപ്പോഴൊക്കെ, സംടൈംസ് ചിലപ്പോൾ എന്നെയും സ്നേഹിച്ചിട്ടുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്.
Through nights like this, when I held her in my arms, I kissed her again and again under the endless sky. ഇതേപോലെയുള്ള ഒരു രാത്രിയിൽ അവൾ എൻ്റെ കൈകളിൽ കിടക്കുകയും ഞാൻ അവളെ കിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അഗെയിൻ ആൻഡ് അഗെയിൻ ഐ കിസ്ഡ് ഹെർ അണ്ടർ ദ എൻലെസ് സ്കൈ. ഇതേപോലെ രാത്രിയിൽ ഇതേപോലെ ആകാശത്തിൻ്റെ കീഴിൽ അവൾ എൻ്റെ കൈകളിൽ കിടക്കുകയും ഞാൻ അവളെ കിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഷി ലവ്ഡ് മീ സംടൈംസ് ആൻഡ് ഐ ലവ്ഡ് ഹെർ ടു. ലൈൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അവൾ എന്നെ സംടൈംസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൺഫ്യൂഷൻ ഇൻ ദ മൈൻഡ് ഓഫ് ദ പോയിറ്റ് അല്ലെങ്കിൽ സ്പീക്കർ. ഇപ്പോൾ സ്പീക്കറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷനുണ്ട്. വെദർ ഷി ലവ്ഡ് മീ, വെദർ ഷി ലവ്ഡ് ഹിം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഷി ലവ്ഡ് മീ സംടൈംസ്, ചിലപ്പോഴൊക്കെ അവൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു. ആൻഡ് ഐ ലവ്ഡ് ഹെർ ടു, ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. അവളെ സംടൈംസ് ഇല്ല, ഞാൻ അവളെയും സ്നേഹിച്ചിട്ടുണ്ട്. ഹൗ കുഡ് വൺ നോട്ട് ഹാവ് ലവ്ഡ് ഹെർ ഗ്രേറ്റ് സ്റ്റിൽ ഐസ്. എങ്ങനെയാണ് അവളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? അവളുടെ വിടർന്ന കണ്ണുകളെ എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കാനായിട്ട് പറ്റുക? അപ്പോൾ ഇവിടെ ഫിസിക്കൽ അപ്പിയറൻസും കൂടി വരികയാണ്. ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ഹിസ് ലവർ, ഗ്രേറ്റ് സ്റ്റിൽ ഐസ്. അപ്പോൾ അവളുടെ ഗ്രേറ്റ് സ്റ്റിൽ ഐസിന് ഇഷ്ടപ്പെടാതിരിക്കാനും സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല. സോ ഐ ലവ്ഡ് ഹെർ. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. പിന്നെയും പറയുകയാണ്, ഇന്ന് രാത്രി എനിക്ക് എൻ്റെ ദുഃഖകരമായിട്ടുള്ള വരികൾ എഴുതാനായിട്ട് സാധിക്കും. ടു തിങ്ക് ദാറ്റ് ഐ ഡു നോട്ട് ഹാവ് ഹെർ, ടു ഫീൽ ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഹെർ. അപ്പോൾ ആ സാഡസ്റ്റ് ലൈൻസിൽ എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്? ദാറ്റ് ഐ ഡു നോട്ട് ഹാവ് ഹെർ. ഇന്ന് അവൾ എൻ്റെ കൂടെ ഇല്ല, അവളെ എനിക്ക് നഷ്ടപ്പെട്ടു. ഐ ഡു നോട്ട് ഹാവ് ഹെർ ടു ഫീൽ ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഹെർ. എനിക്ക് അവളെ നഷ്ടപ്പെട്ടു, അവൾ എൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് ചിന്തിക്കുകയാണ്. അതാണ് എൻ്റെ ദുഃഖകരമായിട്ടുള്ള വരികൾ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഇന്ന് രാത്രിയിൽ എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. To hear the immense night, still more immense without her. ഹിയർ ഇമ്മൻസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് നൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള നൈറ്റാണ്, നീണ്ടു നിൽക്കുന്ന രാത്രി. ആ രാത്രിക്ക് കുറച്ചും കൂടി ദൈർഘ്യം കൂടുകയാണ് അവൾ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട്. അവളുള്ള രാത്രികൾ കുറച്ച് ഷോർട്ടായിട്ടും അവളില്ലാത്ത രാത്രികൾ വളരെ ലോങ് ആയിട്ടും പോയിറ്റിന് ഇവിടെ ഫീൽ ചെയ്യാൻ. ആൻഡ് ദ വേഴ്സ് ഫോൾസ് ടു ദ സോൾ ലൈക്ക് ഡ്യൂ ടു ദ പാസ്റ്റർ. ഇത് സിമിലിയാണ്, ലൈക്ക് വന്നിരിക്കുന്നുണ്ട്, കമ്പാരിസൺ ആണ് നടക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? വേഴ്സ് ഫോൾ ടു ദ സോൾ, ആത്മാവിലേക്ക് വരികൾ വന്ന് വീഴുന്നത് എന്തുപോലെയാണ്? പാസ്റ്റർ, പുൽമേടിലേക്ക് ഡ്യൂ, മഞ്ഞുതുള്ളികൾ വന്ന് വീഴുന്നത്, മഞ്ഞ് വന്ന് വീഴുന്നത് പോലെയാണ് ആത്മാവിലേക്ക് വരികൾ, അതായത് സാഡസ്റ്റ് ലൈൻസ് വന്ന് വീഴുന്നത് എന്നാണ് കവിയുടെ പറയുന്നത്. വാട്ട് ഡസ് ഇറ്റ് മാറ്റർ ദാറ്റ് മൈ ലവ് കുഡ് നോട്ട് കീപ് ഹർ. എൻ്റെ സ്നേഹത്തിനെ അവളെ എൻ്റെ അടുത്ത് നിർത്താനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിന് എന്താണ് കാരണം? എന്താണ് വാട്ട് ഡസ് ഇറ്റ് മാറ്റർ? എന്തുകൊണ്ട് അത് സാധിച്ചില്ല, അല്ലെങ്കിൽ എന്താണ് അതിന് കുഴപ്പം? ദ നൈറ്റ് ഇസ് ഷാറ്റർഡ് ആൻഡ് ഷീ ഈസ് നോട്ട് വിത്ത് മീ. രാത്രി വളരെയധികമായിട്ട് വ്യാപിച്ചിരിക്കുന്നു, രാത്രി സമീപിച്ചു, പക്ഷേ ഇന്നെന്തില്ല, ലവർ എൻ്റെ കൂടെ ഇല്ല. ഷീ ഈസ് നോട്ട് വിത്ത് മീ. ദിസ് ഈസ് ഓൾ. ഇതാണ് എല്ലാ കാര്യവും, ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇൻ ദ ഡിസ്റ്റൻസ് സംവൺ ഇസ് സിംഗിങ് ഇൻ ദ ഡിസ്റ്റൻസ്. ആരോ അങ്ങ് അകലെ നിന്ന് ആരോ പാടുന്നുണ്ട്. മൈ സോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഹാസ് ലോസ്റ്റ് ഹെർ. എനിക്ക് ആ പാടുന്ന ശബ്ദത്തെ എനിക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല, കാരണം എൻ്റെ മനസ്സ് വളരെയധികം ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഐ ഹാവ് ലോസ്റ്റ് ഹെർ. She is not with me. The lover is, his lover is not with him. അതുകൊണ്ട് തന്നെ my soul is not satisfied that it has lost her. എൻ്റെ ആത്മാവിനെ എനിക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല, അവൾ എനിക്ക് നഷ്ടപ്പെട്ടു. അവളെ എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട്, ലവറിനെ നഷ്ടപ്പെട്ടതുകൊണ്ട് പോയിറ്റിൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. My sight searches for her as though to go to her. എൻ്റെ കണ്ണുകൾ അവളെ അന്വേഷിക്കുകയാണ്. In this night I'm here and I'm waiting for her and I'm not able to see her and my eyes are looking for her. എൻ്റെ കണ്ണുകൾ അവൾക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. as though to go to her. എന്താണ്? എനിക്ക് അവളുടെ അടുത്തേക്ക് പോകണമെന്ന് വളരെയധികം ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ട്. my heart looks for her. എൻ്റെ ഹൃദയം അതിനായിട്ട് തുടിക്കുകയാണ്, എൻ്റെ ഹൃദയം അവളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് നോട്ട് വിത്ത് മീ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ കണ്ണുകളും എൻ്റെ ഹൃദയവും അവളെ ആഗ്രഹിക്കുന്നുണ്ട്, അവളുടെ അടുത്തേക്ക് പോകാൻ, അവളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, എങ്കിലും അവൾ എൻ്റെ കൂടെ ഇന്ന് ഇല്ല, അവൾ എവിടെയോ പോയി.
The same night whitening the same trees, we of that time are no longer the same. The same night whitening the same trees. നിലാവുള്ള രാത്രിയാണ്, അതുകൊണ്ടാണ് വൈറ്റനിങ് ദ സെയിം ട്രീസ് എന്ന് പറഞ്ഞത്. നല്ല അതേപോലെയുള്ള രാത്രി, അവളും ഞാനും ഒന്നിച്ചിരുന്നത് പോലത്തെ. We were together once and just like that today too the night is same. അന്ന് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, സെയിം ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്, അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇന്നുള്ളത്. നൈറ്റ്, ദ സെയിം നൈറ്റ് ആൻഡ് വൈറ്റനിങ് ദ സെയിം ട്രീസ്. അവിടെയുള്ള മരങ്ങളിലൊക്കെ ഈ ഒരു പ്രകാശത്തിൻ്റെ, ചന്ദ്രൻ്റെ പ്രതിബിംബം അല്ലെ ചന്ദ്രൻ്റെ പ്രകാശം കാണാനായിട്ട് സാധിക്കും. അതാണ് വൈറ്റനിങ് ദ സെയിം ട്രീസ്. നിലാവുള്ള രാത്രിയാണ്, ആ നിലാവിൻ്റെ വെളിച്ചം ഉള്ളത് കൊണ്ടാണ്, വെളിച്ചം തട്ടുന്നത്, മരങ്ങളെ തട്ടുന്നത് കൊണ്ടാണ് വൈറ്റനിങ് ദ സെയിം ട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂൺലൈറ്റിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വി ഓഫ് ദാറ്റ് ടൈം ആർ നോ ലോങ്ങർ ദ സെയിം. അന്ന് ഞങ്ങൾ വി വെർ ടുഗെദർ ആൻഡ് വി ലവ്ഡ് ഈച്ച് അതർ. അപ്പോൾ ആ ഒരു യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ലവ്, ഇറ്റ്സ് നോട്ട് there. അതുകൊണ്ടാണ് are no longer the same. The lovers are not longer the same. They are separated now. They are not united or they are not together എന്നാണ് ഇവിടെ പറയുന്നത്. പോയറ്റും പോയറ്റിൻ്റെ ലവറും അന്ന് ഒന്നിച്ചായിരുന്നു, ഇന്ന് അവർ ഒരു no longer the same. ഒരുപോലെയല്ല. പ്രകൃതി അന്നും ഇന്നും ഒരുപോലെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ മനുഷ്യന് മാറ്റം സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പോയറ്റിനും പോയറ്റിൻ്റെ ലവറിനും മാറ്റം സംഭവിച്ചിരിക്കുന്നു. I no longer love her, that's certain, but how I loved her. ഇനി ഒരിക്കലും ഞാൻ അവളെ സ്നേഹിക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ അവളെ എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഇവിടെ പോയിട്ട് ചോദിക്കുന്നത്. My voice tried to find the wind to touch her hearing. അവളെ ഉറക്കെ വിളിച്ചു നോക്കുകയാണ്, ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയാണ്. എന്ത്? മൈ വോയിസ് ട്രൈ ടു ഫൈൻഡ് ദ വിൻഡ് ടു ടച്ച് ഹെർ ഹിയറിങ്. എൻ്റെ ശബ്ദത്തിൽ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കാറ്റ് വീശുന്നതിനനുസരിച്ച് അവളുടെ അടുത്ത് പോയി അവളെ തട്ടി അവൾക്കത് കേൾക്കാൻ സാധിക്കുമോ എന്ന് പോയിട്ട് ഇവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ്. Another's, she will be another's like my kisses before. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ന് അവൾ വേറെ ആരുടെയോ ആയി മാറിക്കഴിഞ്ഞു. ഷീ വിൽ ബി അനദേഴ്സ്, വേറെ ആരുടെയോ ആണ്. ലൈക്ക് മൈ കിസ്സസ് ബിഫോർ, എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക കിസ്, അത് പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ ഇന്ന് അവളെ കിസ് ചെയ്യുന്നത് ആരായിരിക്കും? വേറൊരാൾ ആയിരിക്കും. ഷീ വിൽ ബി അനദർ പേഴ്സൺസ് ലവ് ആൻഡ് ദാറ്റ് പേഴ്സൺ മേ ബി കിസ്സിങ് ഹെർ എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. Her voice, her bright body, her infinite eyes. ഇവിടെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെയാണ് പറയുന്നത്. അവളുടെ ശബ്ദം, അവളുടെ ശരീരം, അതേപോലെ അവളുടെ കണ്ണുകൾ, ഇതൊക്കെ ഇന്ന് വേറെ ആരുടെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. I no longer love her, that's certain, but maybe I love her. I no longer, ഞാനിപ്പോൾ അവളെ സ്നേഹിക്കുന്നില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ but maybe I love her എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പോയിറ്റിൻ്റെ ഉള്ളിൽ എവിടെയോ ഇപ്പോഴും അവളോടുള്ള സ്നേഹമുണ്ട്. അവളുടെ കാണാനും അവളോട് സമീപിക്കാനും ഈ പോയിറ്റിൻ്റെ കണ്ണും ഹൃദയവും കാത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പോയിറ്റ് പറയുന്നത് I no longer love her, that's certain. ഞാൻ അവളെ സ്നേഹിക്കില്ല എന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ ഞാൻ സ്നേഹിച്ചു പോകാം, അവൾ തിരിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്നേഹിച്ചു പോയേക്കും എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? പോയിറ്റിന് ഡീപ്പ് ലവ് ടുവേർഡ്സ് ഹിസ് ലവറാണ്. ഡെപ്ത് ഓഫ് ഹിസ് ലവ് ആണ് ഇവിടെ കാണിക്കുന്നത്. ലവ് ഇസ് ഷോർട്ട്, ഫോർഗെറ്റിംഗ് ഇസ് സോ ലോങ്. സ്നേഹിക്കുന്ന കാലഘട്ടത്തിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് വെരി ഷോർട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതിൻ്റെ ഓർമ്മകൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ലെങ്തി ആയിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ പോയിട്ട് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ലവ് ഇസ് ഷോർട്ട് ബട്ട് ഫോർഗെറ്റിംഗ് ഇസ് സോ long. Because through nights like this, when I held her in my arms, my soul is not satisfied that it has lost her. ഇതേപോലെയുള്ള രാത്രിയിലാണ് അവളെ എൻ്റെ കൈകളിൽ ഞാൻ എടുത്തത്. ഇന്ന് എനിക്കൊരിക്കൽ ഒരു പ്രകാരത്തിൽ എൻ്റെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല, കാരണം അവളെ എനിക്ക് നഷ്ടപ്പെട്ടു. Again and again he is crying, or his mind is crying because he lost his lover. And he is in want of his lover, but at the same time she is another person's love. അപ്പോൾ ആ ഒരു സങ്കടം, ആ ഒരു വിഷമം ആണ് പോയിട്ട് ഇവിടെ പറയുന്നത്. Though this be the last pain that she makes me suffer.
ഇതായിരിക്കാം അവൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്കുണ്ടാക്കുന്ന അവസാനത്തെ വേദന എന്ന് പറയുന്നത്. അവൾ എനിക്ക് നഷ്ടപ്പെട്ടു, അവൾ വേറെ ആരുടെ കൂടെ പോയി, അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയായിരിക്കാം അവൾ എനിക്ക് വേണ്ടി തരുന്ന അവസാനത്തെ വേദന, അവളുമായി ബന്ധപ്പെട്ട വേദന എന്ന് പറയുന്നത്, പെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ദ ലാസ്റ്റ് വേഴ്സസ് ദാറ്റ് ആർ റൈറ്റ് ഫോർ ഹർ. അവൾക്ക് വേണ്ടി ഞാൻ എഴുതുന്ന അവസാനത്തെ വരികൾ എന്ന് പറയുന്നതും ഇതായിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ പോം ദ പോയറ്റ് സേസ് ദാറ്റ് the last line is writing for his lover may be this. ഇതായിരിക്കും ലവറിന് വേണ്ടി എഴുതുന്ന അവസാനത്തെ വരികൾ എന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ പോം. ഇതൊക്കെയാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ഓൺ ടു ദ അതർ സെക്ഷൻസ് ഓഫ് ദിസ് പോം. അബൌട്ട് പോം കൂടുതൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മോണോലോഗാണ്. മോണോലോഗ് മീൻസ് സിംഗിൾ പേഴ്സൺ സ്പീക്കിംഗ്. ഇവിടെ പോയറ്റ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ സിംഗിൾ പേഴ്സൺ ആയതുകൊണ്ട് ഇറ്റ്സ് എ മോണോലോഗ്. കൺഫെഷണൽ ലവ് പോയമാണ്. കൺഫെഷണൽ ലവ് പോയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് പോയറ്റ്സ് ഹിസ് ഓൺ ഫീലിംഗ്സ്, ഹിസ് ഓൺ ഇമോഷൻസ്. അത് വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അത് തുറന്നു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയറ്റിൻ്റെ മനസ്സിലുള്ള ഫീലിങ്സിനെ പോയറ്റ് വായനക്കാരിലേക്ക് തുറന്നു പറയുന്നത് കൊണ്ടാണ് ഇത് കൺഫെഷണൽ ലവ് പോയം എന്ന് പറയുന്നത്. സാഡ് മൂഡാണ്. ഫ്രം ദി ബിഗിനിങ് ടിൽ ദ എൻഡ് പോയറ്റിൻ്റെ ദുഃഖമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ സാഡ് മൂഡിലുള്ളൊരു പോയമാണ്. All things in nature remind him of the woman he once loved and lost. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിൻഡ്, മൂൺ, ട്രീസ്, അതേപോലെ തന്നെ സ്കൈ, ബ്ലൂ സ്റ്റാർസ്. ഇതൊക്കെ നമുക്ക് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? പോയിറ്റ് പറയുന്നത് ഞങ്ങൾ ഒന്നിച്ചിരുന്നപ്പോൾ ഇതേപോലെയുള്ള രാത്രിയായിരുന്നു, സെയിം ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് നൈറ്റിൽ നേച്ചറിന് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അവൾ എൻ്റെ കൂടെയില്ല. അപ്പോൾ ആ ഓർമ്മകൾ, അവളുമായി കണക്ട് ചെയ്യുന്ന ഓർമ്മകൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് വരികയാണ്. നേച്ചറിൽ ഇതേപോലെ രാത്രിയിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും അതേപോലത്തെ രാത്രികൾ കാണുമ്പോൾ അവളെ പറ്റിയുള്ള ഓർമ്മകൾ അയാളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ലവ് ലോസ്റ്റ് നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. ദെൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് വെൻ വൺസ് ഹി ലവ്ഡ് ഹർ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഹി ലോസ്റ്റ് ഹർ എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് സ്നേഹത്തിൽ ഒന്നിച്ചിരുന്ന, ഹെൽഡ് ഇൻ ഹിസ് ആംസ്, കിസ്ഡ് ഹർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഓൾസോ എബൌട്ട് ഫിസിക്കലായിട്ടുള്ള അവളുടെ അപ്പിയറൻസിനെ പറ്റി പറഞ്ഞതൊക്കെ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റിൽ ലോസ്റ്റ് ആൻഡ് ഓൾസോ ഷീ വിൽ ബി അതർ പേഴ്സൺസ് ലവ് എന്ന രീതിയിൽ പറയുന്നത് പ്രസൻറ്റ്. പോം ഇസ് അബൌട്ട് ദ ഇമോഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഹാർട്ട് ബ്രേക്ക്. അപ്പോൾ ഹാർട്ട് ബ്രേക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവളെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ പോയറ്റിനുണ്ടായ ഇമോഷൻസ് കണക്ട് ചെയ്ത് വരുന്നതാണ് ഈ കവിത എന്ന് പറയുന്നത്. ഇറ്റ്സ് പാഷനേറ്റ് ഗ്രീഫ്. പാഷനേറ്റ് ഗ്രീഫ് ആയതുകൊണ്ട് തന്നെയാണ് ഇസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ലവർ. എവിടെയും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നില്ലെങ്കിലും മേ ഐ ലവ് ഹർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അയാളുടെ ഉള്ളിൽ ഇൻ ഡെപ്ത് ഹിസ് ലവിങ് ദാറ്റ് ലേഡി. ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പാഷനേറ്റ് ഗ്രീഫായിട്ട് മാറുന്നത്. അവളെ പറ്റിയുള്ള ഓർമ്മകൾ ഇപ്പോഴും അയാളുടെ ഉള്ളിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. ദെൻ തീംസിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ ഏലിനേഷൻ, സോളിറ്റ്യൂഡ്, ലോൺലിനെസ്, ഇതൊക്കെ ഒരേ മീനിങ് ആണ് വരുന്നത്. ഏകാന്തത, ഒറ്റപ്പെടൽ, ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ സ്പീക്കറിനുള്ളത്. ആൻഡ് ലവിനെ പറ്റി പറയുമ്പോൾ മെയിൻ തീമിൽ വരുന്നത് ലവ് തന്നെയാണ്. അപ്പോൾ ലവ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ വരുന്നുണ്ട്. ഫിസിക്കലിൽ വരുന്നതാണ് ഐസ്, അതേപോലെ തന്നെ കിസ്സസ്, ബോഡി, പിന്നെന്താണ് വോയിസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. സ്പിരിച്വൽ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഹിസ് ലവ് തന്നെയാണ് സ്പിരിച്വലിൽ വരുന്നത്. ദോ ദാറ്റ് ലേഡി ഈസ് നോട്ട് വിത്ത് ഹിം, വിത്ത് ദ പോയറ്റ്, ഹി ഈസ് അഗെയിൻ ലവിങ് ദാറ്റ് ലേഡി ആൻഡ് ഓൾസോ ഹി ഈസ് ഇൻ വാണ്ട് ഓഫ് ദാറ്റ് ലേഡി. അപ്പോൾ ആ ഒരു അവൾ കൂടെ ഇല്ലെങ്കിൽ പോലും, അവളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ കൂടിയും അവളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ ഒരു സ്പിരിച്വൽ ലവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. തീമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലവ് എന്ന് പറയുന്നത്. ദെൻ മെഡിറ്റേറ്റ്സ് ഓൺ ലവ്, ലോസ് ആൻഡ് മെമ്മറി. ഇവിടെ ഫ്രം ദി ബിഗിനിങ് ടിൽ ദ എൻഡ് ഓഫ് ദ പോം നമുക്ക് കാണാൻ സാധിക്കുന്നത് ലവിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഹൗ ദേ വേ ടുഗദർ എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് ഹൗ ഹി ലോസ്റ്റ് ഹെർ എന്നുള്ള രീതിയിൽ പറയുന്നു. ലോസ്റ്റ് ഹെർ എന്നുള്ളത് കാരണം പറയുന്നില്ലെങ്കിലും ഷീ ഈസ് അനദർ വൺസ് ലവ് നൗ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ലോസ്, നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുന്നു. ആൻഡ് മെമ്മറി, ഈ നേച്ചറിൽ ഇതേപോലെ രാത്രിയിൽ എങ്ങനെ അവർ ഒന്നിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കണക്റ്റഡ് ടു മെമ്മറി. അപ്പോൾ ലവ്, ലോസ് ആൻഡ് മെമ്മറി. ലവ് ആൻഡ് പാഷൻ, അത് ഓൾറെഡി ഞാൻ പാഷനേറ്റ് ഗ്രീഫിൽ ഞാൻ പറഞ്ഞതാണ്. പാഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അയാളുടെ
ഡീപ്പ് ലവ് ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് ദ സ്പീക്കറാണ് ഇവിടെ പാഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തീംസിലും വരുന്നത്. അപ്പോൾ ടൈറ്റിലിൽ തന്നെ പറയുന്നത് സാഡസ്റ്റ് ലൈൻസ് ആണെന്നും ഇന്ന് രാത്രി ഞാൻ എഴുതി തുടങ്ങട്ടെ എന്ന് പറയുന്നു. അത് ലവറിനെ പറ്റിയിട്ടുള്ളതാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കുന്നു. എത്രത്തോളം ശ്രമിച്ചാലും ഇനി ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞാൽ, ഇതാണ് എൻ്റെ അവസാനത്തെ വരികളെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും തൻ്റെ ലവറിനോടുള്ള സ്നേഹം, അതിയായ സ്നേഹമുണ്ട് എന്ന് കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.